UAE-യിലൊക്കെ മഴ പെയ്ക്കുന്നത് ക്ലൗഡ് സീഡിംഗ് വഴിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും എന്താണ് ഈ ക്ലൗഡ് സീഡിംഗ്? മഴയുടെ അളവ് കൂട്ടാനുള്ള ഒരു ക്ലൈമറ്റ് മോഡിഫിക്കേഷൻ രീതിയാണിത്. സിൽവർ അയഡൈഡ്, പൊട്ടാഷ്യം അയഡൈഡ്, ഡ്രൈ ഐസ് അതായത് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഈ ഏജൻസ് ഒക്കെ വായുവിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ടേബിൾ സോൾട്ട് അഥവാ സോഡിയം ക്ലോറൈഡ് അതിന്റെ ഹൈഗ്രോസ്കോപ്പിക് ആക്ഷൻ അഥവാ വെള്ളത്തിലെ അതിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് കാരണം ഉപയോഗിക്കാറുണ്ട്. വിമാനങ്ങൾ ഉപയോഗിച്ചോ ഭൂമിയിൽ നിന്നുള്ള ജനറേറ്ററുകളോ വഴിയാണ് ക്ലൗഡ് സീഡിംഗ് സാധാരണ നടത്തുന്നത്. 2021 മുതൽ ഒരു പുതിയ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നുണ്ട്. എയർ മോളിക്യൂൾസിൽ ഇലക്ട്രിക് ചാർജ് നൽകി മഴ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതിനായി ഇലക്ട്രിക് ചാർജ് എമിഷൻ ഉപകരണങ്ങളും സെൻസറുകളും ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മേഘങ്ങളിൽ മതിയായ ഐസ് പാർട്ടിക്കിൾസ് ഇല്ലാത്തതുകൊണ്ടാണ് മഴ പെയ്യാത്തത്. സിൽവർ അയഡൈഡിന്റെ സ്ട്രക്ചർ നാച്ചുറൽ ഐസ് ക്രിസ്റ്റൽസിന്റേത് പോലെയാണ്. അതുകൊണ്ടാണ് എക്സ്പേർട്സ് ഇത് ഉപയോഗിക്കുന്നത്. 1 ഗ്രാം സിൽവർ അയഡൈഡിന് 10 ട്രില്യൺ ആർട്ടിഫിഷ്യൽ ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്.